നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണ്, ഓട്ടോ കുറവാണ്. 2021 മോഡൽ വണ്ടി, 28,000 കിലോമീറ്റർ ഓടിയ XZ വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് SX ഓപ്ഷനിലാണ്. ഏറ്റവും ടോപ്പ് എൻ്റെ ക്രെറ്റയാണ്. അതെ, ക്രെറ്റ 2018 മോഡൽ E+ വേരിയൻ്റ്, ബേസ് വേരിയൻ്റ് ആണ്. അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മെട്രോ കാസിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഇടവേള വന്നു അല്ലേ? ചെറിയ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല, ഒരു ഓളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്, കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവാണ്. മാങ്കാവ്, തിരുവണ്ണൂർ, കോഴിക്കോട് മീൻചന്ത ബൈപ്പാസിലായിട്ട് മെട്രോ കാസ്. എന്താ പറയുക, എല്ലാ സെഗ്മെന്റ് വണ്ടികളും ലഭിക്കുന്നൊരു ഷോറൂമാണ്. ഫുൾ പ്രീമിയത്തിലേക്ക് പോകാതെ ബാക്കിയുള്ള എല്ലാ 15-16 ഉള്ളിലായിട്ട് 16 ലക്ഷത്തിന്റെ ഉള്ളിലായിട്ട് വരുന്ന വാഹനങ്ങൾ, അതിൽ കുറഞ്ഞ ബഡ്ജറ്റ് മുതൽ എല്ലാം ഉണ്ടാവും അല്ലേ? ലോൺ കാറ്റഗറിയും നമ്മളെടുത്ത എല്ലാ സാധനങ്ങളും, ഡീസലും ഓട്ടോമാറ്റിക്കും പെട്രോളും എല്ലാം ഉണ്ടല്ലോ. EV-ലേക്ക് പോയിട്ടില്ല, കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. സ്പെഷ്യൽ കാറ്റഗറി പോളോ ആയിരുന്നു, പക്ഷെ ഇന്ന് പോളോ ഉണ്ടോ? ഒരു വണ്ടി ഉണ്ട്, ഒന്ന് കാണിക്കാണ്ടില്ല. ടോട്ടൽ 3 വണ്ടി ഉണ്ട്, അതിൽ ബാക്കി 2 അഡ്വാൻസ്ഡ് ആണ്. പേര് വരും അല്ലേ പോളോ കാണിച്ചില്ലെങ്കിൽ? അത് ശരിയാ, പോളോ ഇല്ലാണ്ടെന്ന് മെട്രോ കാസുള്ള ചോദ്യം വരും. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. എന്തായാലും സ്പെഷ്യൽ ഓഫറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാവോ? നമ്മൾ മാക്സിമം റേറ്റ് കട്ട് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. വെറുതെ കണ്ട സാധനം കൈ കൊടുക്കേണ്ട, റേറ്റ് തന്നെ ഇല്ല, അത്രേ ഉള്ളൂ. മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്യുക, കസ്റ്റമർക്ക് പെട്ടെന്ന് വണ്ടി ഇറക്കുക, ലോണിൻ്റെ പ്രൊസീജിയർ കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കി വാറണ്ടി, വണ്ടിയുടെ ക്വാളിറ്റി അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, വാറണ്ടി നമ്മളിപ്പോൾ ഒരു ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏകദേശം ഒരു 1 ഇയർ വാറണ്ടിയുടെ പാക്കേജ് സംസാരിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓൺ ത്രൂ പോസ്റ്റാണ്. വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് എടുക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽ വരെ നമുക്ക് തരാം. മോഡൽ കൂടിയ വണ്ടിക്ക് കമ്പനി വാറണ്ടി എന്നോട് ഉണ്ടല്ലോ. ഓക്കെ, മോഡൽ കൂടിയ വണ്ടികൾക്ക് അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വിട്ടു വരുത്. അപ്പോൾ പോലെ ആദ്യ വാഹനം ദാ ക്രെറ്റയാണ്. KL 14 രജിസ്ട്രേഷൻ വരുന്ന ഒരു ക്രെറ്റ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് SX ഓപ്ഷനിലാണ്. ഏറ്റവും ടോപ്പ് എൻ്റെ ക്രെറ്റയാണ്. അതെ, ഓക്കെ. അതായത് സീറ്റ് വെന്റിലേഷൻ, 6 എയർ ബാഗ്സ്, എല്ലാ സാധനം വരുന്നത്. ഒരു ഫീച്ചേഴ്സ് എല്ലാ സാധനം വരുന്നത്. സൺറൂഫ് പനോറമിക്, പനോറമിക് സൺറൂഫ്. 20 മുതൽ പനോറമിക് തന്നെയാണുള്ളത് മൊത്തമല്ല. ഓക്കെ, അത്യാവശ്യം നല്ല ടയേഴ്സ് എല്ലാം പുതിയതാണ്. 50,000 കിലോമീറ്ററിൽ 4 ടയർ ഒരു പുതിയ മാറി. ഇപ്പം 55,000 കിലോമീറ്റർ, 5 ലാസ്റ്റ് 50 സർവീസ് ചെയ്തേ? അല്ല, അവർ 52 സർവീസ് ലാസ്റ്റ്. 52 ഇനി 62 ചെയ്താൽ മതി അല്ലേ? 62 60 ചെയ്തോ? 60 ചെയ്യുന്ന കണക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ക്ലെയിം ഒന്നുമില്ലല്ലോ? ചെറിയൊരു ക്ലെയിം ഉണ്ട്. എന്താണ്? ഇതിലൊരു ഡോറ് ഒരു തവണയായിട്ട് റീപ്ലേസ് ഉണ്ട്. ബാക്കിലൊരു ഡിക്കിങ് ക്ലെയിം ഉണ്ട്. ഗ്ലാസ് മാറിയിട്ടുണ്ടോ? രണ്ടിനും ഗ്ലാസ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്ലെയിമാണ്. നമ്മളിൽ ഫോട്ടോ ഉണ്ട്. ഒരുമാതിരി ചെറിയ ഇടി വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടി. ഇടിയേ അല്ല, ഒരു ചെറിയൊരു ഡെന്റാണ് ഡോറിന് മുകളിലുള്ള. ഡിക്കിയിലുള്ള ബാക്കിലൊരു ബൈക്കാരെ കൊണ്ടിടിച്ചാണ് അവർ ക്ലെയിം ചെയ്ത് ഗ്ലാസ് മാറിയില്ല. അതിലും ഗ്ലാസ് മാറിയില്ല. ഓക്കെ, ഹിസ്റ്ററിയിലുള്ളതാണ്. 2022 ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക്. അതെ, ഓക്കെ. എത്ര മൈലേജ് കിട്ടും ഡീസൽ ഓട്ടോമാറ്റിക്? ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 14 നമുക്ക് ഹൈവേയിലാണെങ്കിൽ ഒരു 17-18 വരെ. 18 കിട്ടും. 16 എന്തായാലും കിട്ടും. നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി സെയിം വണ്ടിയാണ്. 23 ആണെന്ന് മാത്രം. ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ യൂസ് ചെയ്യുന്നത്. ആ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് ഓഫറിൽ 16,90 കൊടുക്കാം. 16,90,000 രൂപ. 22 മോഡൽ. അന്ന് ഇറങ്ങുമ്പോൾ ഇത് ഏകദേശം എത്ര ഉണ്ട്? ഏകദേശം 24,50,000 രൂപ ഉണ്ട്. നമ്മൾ 23 എടുക്കുമ്പോൾ 25-ന്റെ മുകളിൽ വില ഉണ്ട്. ഓക്കെ, അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. ചെറിയൊരു ക്ലെയിം ഉള്ളതിനെ കൊണ്ട് തന്നെയാണ്. ഏകദേശം 18 ലക്ഷം രൂപയുടെ മുകളിൽ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ 16,90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക. ഫൈനൽ റേറ്റ് ഇനി വില പേശില്ല. 16,90 ഡീസൽ ഓട്ടോമാറ്റിക് 2022 ഏറ്റവും ഫുൾ ഓപ്ഷൻ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ അല്ലേ? ആ ഒരു വർഷത്തിനെ സംബന്ധിച്ചുള്ള നോർമൽ ഓട്ടോ മാത്രമേ ഓടിയിട്ടുള്ളൂ. എക്സ്പെൻസസോ കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് ഉണ്ട്. അണ്ടർ വാറണ്ടിയാണ്. 2025 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ് നിലവിൽ. ഇനിയിപ്പോൾ വേണമെങ്കിൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം, കാര്യങ്ങളും ചെയ്യാം. 3-ാം മാസം വരെ, മാർച്ച് 28 വരെ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല. 16,90 നമുക്കൊരു 15 ലോൺ കിട്ടും. ഏകദേശം 16 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ഫിനാൻസ്. നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ 16 ലക്ഷം രൂപ കണ്ണുമുട്ടി വാസം കിട്ടും. ഓക്കെ, അടുത്തൊരു ബ്ലാക്ക് സെൽട്ടോസ് ആണ്. KL 18 വടകര രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ല. ഇത് ടോപ്പ് എൻഡാ? ഇത് ടോപ്പ് എൻഡ് അല്ല, തൊട്ട് താഴെ HT X+ GT ലൈനാണ് ടോപ്പ് എൻഡ് താഴെ. അതിൻ്റെ തൊട്ട് താഴെയുള്ള 80 പെട്രോൾ 80 ആണ്.
ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ്. പെട്രോളിൽ 2023 മോഡലാണ്. 23 വണ്ടി 2026 5 മാസം വരെ വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടിയിൽ, കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. വാറണ്ടി കിട്ടുന്ന വാഹനങ്ങൾക്ക് പരമാവധി എടുക്കാൻ ശ്രമിക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകില്ല. ഈ വണ്ടിക്ക് ആകുമ്പോൾ നിലവിൽ നമുക്ക് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു 2 വർഷം കൂടി കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 2 വർഷത്തിൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഓക്കെ, എന്തായാലും വേറെ ക്ലെയിമോ കാര്യമൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇത് കറക്റ്റ് സർവീസുള്ള 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, ഒരു ക്ലെയിമില്ല, സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. 56,000 ഫുൾ ഹിസ്റ്ററി കമ്പനിയിൽ ലഭിക്കും. ഇതിൽ ടോപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാറ്റം വരിക വെച്ചാൽ അലോയ്സിലുള്ള മാറ്റം ഉണ്ടാവും. അലോയ്സിൽ ഡിഫറൻസ് ഉണ്ടാവും, ഗിയർ ബോക്സിൽ ഡിഫറൻസ് ഉണ്ടാവും, സീറ്റ് വെന്റിലേഷൻ മാറും, സീറ്റ് വെന്റിലേഷൻ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ? എയർ ബാഗത്തിൽ എണ്ണൽ കുറയും. സൺറൂഫും കാര്യങ്ങളെല്ലാം സെയിം ആണ്. അല്ല, സൺറൂഫ് ഇതിൽ 3 റൂഫ് വരുന്നില്ല. ഇല്ല, അത് GTX-നും നോർമൽ സൺറൂഫ് ആയിരുന്നു. ഇപ്പം ഇറങ്ങിയ 24 ഇറങ്ങിയ വണ്ടിക്ക് ഫേസ് ലിഫ്റ്റ് വന്നതിൽ സൺറൂഫ് വന്നു, പനോറമിക് സൺറൂഫ് വന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിപ്പോൾ എത്രയാ? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 15,90,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി. 23 പെട്രോൾ ഓട്ടോമാറ്റിക് HTX പ്ലസ് ലാ. അതെ. ഓക്കെ, ഒരു 14 ലോൺ വരും ഇതിൽ. 13.5 വരെ കൺഫേം ലോൺ കിട്ടും. അത് 14 മുകളിൽ കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ഓക്കെ, അത് കസ്റ്റമർ പ്രൊഫൈൽ പോലെയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു വൈറ്റ് കൊടുത്തു. വണ്ടിക്ക് എന്തായാലും കിട്ടുമല്ലോ? വണ്ടിക്ക് കിട്ടും, കസ്റ്റമർ പ്രൊഫൈൽ. അപ്പോൾ മറ്റേ കസ്റ്റമർക്ക് 15 വേണമെന്നായിരുന്നു, പുള്ളിക്ക് 13.5 അവസ്ഥയായി. പിന്നെ അവർ ആ വണ്ടിയായിട്ട് ആ റേറ്റ് ആയിട്ട് ഓക്കെ കൊണ്ട് അവരത്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തതും ഒരു ബ്ലാക്ക് SUV ആണ്. അതെ, ടാറ്റ ഹാരിയർ ഡാർക്ക് എഡിഷൻ വാഹനമാണ്. KL 29 കായംകുളം രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് നെക്സോണിൽ ഹാരിയറിൽ XZA പ്ലസ് ഇല്ല, XZA ഉള്ളൂ. ഡാർക്ക് എഡിഷൻ ആണ് വരുന്നത്. XZA പ്ലസ് വരുമ്പോൾ സൺറൂഫ്, പനോറമിക് സൺറൂഫ് വരും. അതേപോലെ അലോയിൽ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ടാവും. സൈസ് സെയിം ആയിരിക്കും, അലോയിൽ ഡിസൈനിൽ ഡിഫറൻസ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ 8 എയർ ബാഗ് തന്നെ വരും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 56,000 കിലോമീറ്റർ ഓടിയ 57,000 കിലോമീറ്റർ ഓടിയ 2020 മോഡൽ. കറക്റ്റ് പക്ക ഷോറൂം സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഇതിൽ ഒരു ക്ലെയിം ഉള്ളത് ഫ്രണ്ട് ബോണറ്റ് ക്ലെയിം ഉണ്ട്. അതിൻ്റെ ഫോട്ടോയും നമ്മളെ കയ്യിലുണ്ട്. കസ്റ്റമർ തട്ടിച്ച ഫോട്ടോ നമ്മളെ കയ്യിലുണ്ട്. അതും കസ്റ്റമർക്ക് കാണാം, അതിന് ശേഷം വിലയിരുത്തിയാൽ മതി. ശരി, അപ്പോൾ ഒരു അടിപൊളി ഗ്ലാസോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല, ആ ബോണറ്റ് മാത്രം. അടിപൊളി ഒരു ഡീസൽ ഓട്ടോമാറ്റിക് SUV, സേഫ്റ്റി ഉള്ള ഒരു SUV, നല്ല സേഫ്റ്റി ഉള്ള, നല്ല കുറ്റിയുറപ്പുള്ള, പക്ക ഒരു ആനക്കുട്ടി. യെസ്. മാക്സിമം ലോണും കയറുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് നെറ്റ് 14.5 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. അതിൽ 14 ലക്ഷം, ചിലപ്പോൾ 14.5 തന്നെ ലോണും പാസ്സാവും. ഫുൾ ലോണിന് ചാൻസ് ഉള്ള 2020 ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ടാറ്റ ഹാരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ വണ്ടി 2025 ഒക്ടോബർ മാസം വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത വണ്ടിയാണ്. ഇനി ഒരു വർഷം കൂടി വേണമെങ്കിൽ വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും. കമ്പനി വാറണ്ടിയിലാണ്. താല്പര്യം കോൺടാക്ട് ചെയ്ത ഒരു 70% അബൌട്ട് ടയേഴ്സും ഉണ്ട് വണ്ടിയല്ല. ഹ്യുണ്ടായ് വെന്യൂ ആണ് അടുത്ത വാഹനം. KL 23 രജിസ്ട്രേഷൻ ആണ്. കരുനാഗപ്പള്ളി അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? സിംഗിൾ ഓണർ 2022 മോഡൽ വെന്യൂ ആണ്. 22 8 മാസം വണ്ടിയാണ്. അതായത് 2025 8 മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ SX വേരിയന്റ് ആണ്. സൺറൂഫ് വരുന്ന SX വേരിയന്റ് ആണ്. അലോയ്സും ബട്ടൺ സ്റ്റാർട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഡിഫറൻസ്. അതെ. ഓക്കെ, പക്ക ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉള്ള. ഇപ്പോൾ 66,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇതുവരെ 62,000 വരെ ഫുൾ സർവീസ് കമ്പനി ഹിസ്റ്ററി. മാനുവൽ വണ്ടി, ഡീസൽ മാനുവൽ, SX ഡീസൽ മാനുവൽ. അതെ, ഒരു 20 റേഞ്ച് മൈലേജ് ഏകദേശം പ്രതീക്ഷിക്കാം. 20 പ്ലസ് എന്തായാലും വെന്യൂന് 20 പ്ലസ് മൈലേജ് കിട്ടുന്നുണ്ട്. ക്രെറ്റ ആകുമ്പോൾ മാനുവൽ ആണെങ്കിൽ ഒരു 18-20 വരെ. ഒരു സോണറ്റ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ സെയിം വെന്യൂം പക്ക സെയിം, എഞ്ചിനും ഗിയർ ബോക്സും എല്ലാം സെയിം ആണ്. കിയയും ഹ്യുണ്ടായും എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, സെയിം വണ്ടികളാണ്. സെൽട്ടോസ് ആയാലും സോണറ്റ് ആയാലും ക്രെറ്റ ആയാലും വെന്യൂ ആയാലും. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇതുവരെയുള്ള കറക്റ്റ് സർവീസ് ആണ്. ഫ്രണ്ടിൽ 2 പുത്തൻ യോക്കോഹാമന്റെ ടയേഴ്സ് ഉണ്ട്. ബാക്കിൽ ഒരു അബോവ് ആവറേജ് ടയേഴ്സ് അതിലുണ്ട്. സ്റ്റെപ്പിനി ഇറക്കിയിട്ടില്ല. ഈ വണ്ടി നമുക്ക് ഫൈനൽ 10,40,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 10,40,000. മാനുവൽ 2022 SX ആണ്. 21 വണ്ടിയുടെ റേറ്റ് നമുക്ക് 22 വണ്ടി ഇറക്കാം. അത് SX വേരിയന്റ്. ഓക്കെ ഓക്കെ, അതിൽ മാക്സിമം ലോണും കിട്ടും കേട്ടോ. 10 ലക്ഷം രൂപ ഗ്യാരണ്ടി ലോൺ കിട്ടും. 10 മേത്തിലേക്ക് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, മാക്സിമം മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകും. ഒരു ഫുൾ ലോൺ സെഗ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന കസ്റ്റമറിന്, അതും ഡീസൽ വണ്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കസ്റ്റമർക്ക് പറ്റിയ വണ്ടിയാണ്. ഓക്കെ,
ഇതൊക്കെ നമ്മളൊരു മിനിമം എത്ര ട്രാൻസാക്ഷൻ നടക്കേണ്ടി വരും മാസം ഈ ഒരു എമൗണ്ട് ഒക്കെ ലോൺ കിട്ടുന്നില്ല? ട്രാൻസാക്ഷനെക്കാട്ട് ഉപരി നമുക്ക് EMI അടയ്ക്കാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടുണ്ടോ, കപ്പാസിറ്റി ഉണ്ടോ, എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ വന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് 10 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു 22,000 രൂപ 21,000 രൂപ ലെവലിൽ EMI ഉണ്ടാവും. അപ്പോൾ ആ 5 വർഷത്തേക്കാണെങ്കിൽ ആ 21,000 രൂപ നമുക്ക് അടയ്ക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ട്രാൻസാക്ഷനിൽ ബാങ്ക് എല്ലാം ചെക്ക് ചെയ്യും, നമ്മുടെ ബാക്കിയുള്ള ലോണുകളും എല്ലാം ചെക്ക് ചെയ്ത് സിവിൽ സ്കോർ ഒരു ഘടകമാണ്. എന്നിട്ട് നമ്മളെ സാലറി സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ബിസിനസ് ആണെങ്കിൽ അതിന്റെ ടേൺ ഓവർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് തരിക. അതാണ് 1-2 EMI ഒന്നും അങ്ങോട്ടോ മാറിയാൽ കുഴപ്പമില്ല. പക്ഷെ വലിയ ഗ്യാപ്പ് EMI അടയ്ക്കാനൊക്കെ ഗ്യാപ്പ് ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ജസ്റ്റ് ഒന്ന് സിവിൽ സ്കോർ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ, ഏകദേശം സെയിം ആയിരിക്കും. ഏകദേശം സെയിം തന്നെയാണ്. 90% നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. നിങ്ങൾ എടുത്ത ലോണുകളും കാര്യങ്ങളും അതിൻ്റെ അടവ് തെറ്റിയതും എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് അതിലും തന്നെ കാണാൻ പറ്റും. സിവിൽ സ്കോർ വെറുതെ ഒരു കോമൺ ആയിട്ട് പറഞ്ഞാണ്, അറിയേണ്ടവർക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ലോണിൽ നിങ്ങൾക്കൊരു കോമ്പാക്ട് SUV കൊണ്ടുപോകും, ഡീസൽ വണ്ടി. അടുത്ത വണ്ടിക്ക് പോകാം. ചുവപ്പ് വെന്യൂ വേണ്ടാന്ന് വെക്കുന്നവർക്ക് വേണേൽ വെള്ളയും ഇവിടെ ലഭ്യമാണ്. KL 30 രജിസ്ട്രേഷനുള്ളൊരു വെള്ളയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ചെങ്ങന്നൂർ രജിസ്ട്രേഷനാണ്, 2021 വണ്ടിയാണ്. ഓക്കെ, അത് ഡീസലായിരുന്നെങ്കിൽ ഇത് പെട്രോളാണ്. പെട്രോൾ SX തന്നെയാണ് വേരിയൻ്റ് വരുന്നത്. IMT 1 ലിറ്റർ ടർബോ ആണ്. ഒരു ഹാഫ് ഓട്ടോമാറ്റിക് എന്ന് പറയാം. അതെ, ഒരു ക്ലച്ച് ഇല്ലാതെ യൂസ് ചെയ്യാം, മാനുവൽ ഷിഫ്റ്റ് ചെയ്യാം. അതെ, അതുപോലെ തന്നെ. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. കറക്റ്റ് കമ്പനി സർവീസസ് വരുന്ന ഒരു 32,000-33,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 23 നോർമൽ 21 മോഡൽ. സോറി, 21 ഇപ്പോൾ 3 വർഷം കൊണ്ട് 4 വർഷം ആവാനായിട്ടുണ്ട്. 4 മാസത്തിൽ 4 വർഷം. അപ്പോൾ നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. അതെ, ക്ലെയിം ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. നമ്മൾ തന്നെ ഇവിടുന്ന് കൊടുത്ത വണ്ടിയാണ്. ഇപ്പോൾ അവർ സെൽറ്റോസ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത്. ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പാ? ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, എത്ര കൊടുക്കാം പെട്രോൾ? ഈ വണ്ടി നമുക്ക് ഫൈനലി 8,75,000 രൂപയ്ക്ക് കൊടുക്കാം. 8,90, 8,85 ലെവലാണ് ചോദിക്കുന്നത്. 8,75 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 8,75 ഫൈനൽ റേറ്റ് ആണ്. 2021 SX IMT ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന സെമി ഓട്ടോമാറ്റിക് വാഹനമാണ്. 8,15 ലക്ഷം രൂപ വരെ ലോൺ വാങ്ങി കൊടുക്കാം. 50,000 രൂപ ഇറക്കാം അല്ലേ? ഓക്കെ, പെട്രോളാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. ഇതിന് മൈലേജ് എത്ര കിട്ടും? 1 ലിറ്റർ ടർബോ കൊണ്ടും പിന്നെ IMT ആണ്. നമുക്കൊരു 12 ടൗണിൽ കിട്ടും. ഹൈവേ ഒക്കെ ആണെങ്കിൽ 15-16 വരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. ടർബോ കത്തിക്കുകയാണെങ്കിൽ കുറയും നോർമൽ. അടുത്തത് നെക്സോൺ ആണ്. എന്താ പറയാ, നമ്മളിത് ബ്രസീലാണ് സാധാരണ ഇങ്ങനെ റേഞ്ച് റോവർ ഗ്രില്ല് ചെറിയ ടൈപ്പ് ഗ്രില്ലൊക്കെ വരില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഏതാ വണ്ടി എന്ന് മനസ്സിലായി. ഗ്രില്ലിൽ ചെറിയൊരു ഡിഫറൻസ് കൊടുത്താണ് കസ്റ്റമർ. ഓക്കെ, നമ്മൾ ബാഡ്ജിങ് എവിടെ? എങ്ങനെ കാര്യങ്ങൾ? ഇത് 2022 മോഡൽ ഡീസൽ മാനുവൽ വണ്ടിയാണ്. XMS സൺറൂഫ് വരുന്ന XM വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷനിൽ സൺറൂഫ് ഉള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. പക്ഷേ അതിൽ S എന്ന് വരുമ്പോൾ സൺറൂഫ് വരുന്ന ഓപ്ഷൻ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സ് അഡീഷണൽ ചെയ്തതാണല്ലേ? അല്ല, കപ്പാണ്. അത്യാവശ്യം വൃത്തിയുള്ള ഒരു അത്യാവശ്യം നല്ല 4 പുത്തൻ ടയേഴ്സും ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 63,000 കിലോമീറ്റർ ആണ് ഓടിയ. കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയിലെ 60,000 സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. കറക്റ്റ് മെയിൻ്റെനൻസ് ഉള്ളത്. ഡീസൽ മാനുവൽ ആണ്. അതെ, ഇതും അത്യാവശ്യം മൈലേജ് കിട്ടൂല? ഇത് അത്യാവശ്യം മൈലേജ് കിട്ടും. ഇത് അത്യാവശ്യം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടി തന്നെയാണ്. ഫുൾ ലോൺ, സേഫ്റ്റി, മൈലേജ് എല്ലാം കൂടിയുള്ള ഒരു കോമ്പാക്ട് SUV ആണ് അല്ലേ? ടോപ്പ് എസിലേക്ക് വരും. പ്രൊജക്ടർ ലാമ്പ് എല്ലാത്തിലും വരുന്നുണ്ട്. ഫേസ് ലിഫ്റ്റ് വന്നു. അപ്പോൾ എത്ര ഇതിപ്പോൾ? ഈ വണ്ടി നമുക്ക് ഫൈനലി 8.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 8.5 ലക്ഷം രൂപ ഫുൾ ലോണും വാങ്ങി കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. 4 പുത്തൻ ടയേഴ്സാണ്. സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മറ്റേ എക്സ്പെൻസസ് ഒന്നും കസ്റ്റമർക്ക് കാണണ്ട. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 63,000. 2022 ഡീസൽ XMS ഓപ്ഷൻ നെക്സോണ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ട്രാക്ക് കൂടെ. 13 ലക്ഷം രൂപ അടുപ്പിച്ച് ഈ വേരിയന്റ് വണ്ടിക്ക് റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ മുകളിലേക്കാണ് റേറ്റ്. ഫേസ് ലിഫ്റ്റ് വന്നതിനെ കൊണ്ട് 13 ലക്ഷം രൂപ അടുപ്പിച്ച് വില വരുന്ന ഈ വണ്ടി നമ്മൾ 8.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കും. അതിൽ 8.5 ലക്ഷം രൂപ ഫുൾ ലോൺ വാങ്ങിക്കൊടുക്കും. അടുത്തത് ആ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം ബെലേനോ ആണ്. ബെലേനോന്റെ സെക്കൻഡ് ജനറേഷൻ അല്ലേ? അതെ, KL 14 വണ്ടി. എങ്ങനെയാ? 34,000 കിലോമീറ്റർ ഓടിയ 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള കാസർഗോഡ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. സീറ്റ വേരിയന്റ്. ടോപ്പിന്റെ തൊട്ടതാണ്. വലിയ മാറ്റം ഇല്ലല്ലോ? ടോപ്പ് ഇല്ല, ആകെ സ്റ്റീരിയോയിൽ വരുന്ന ഡിഫറൻസ് ഉള്ളൂ. അതിൽ നാവിഗേഷൻ വരും സ്റ്റീരിയോയിൽ. പിന്നെ റിവേഴ്സ് ക്യാമറ ആൽഫ വരുമ്പോൾ വരും. ഇതിൽ സീറ്റിൽ റിവേഴ്സ് സെൻസറാണ് വരുന്നത്. ബാക്കിയെല്ലാം ബട്ടൺ സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ്സ്, ഡയമണ്ട് കട്ട് അലോയ്, ബാക്ക് വൈപ്പർ എല്ലാം സെയിം എല്ലാം വരുന്നുണ്ട്. ഈ 2 മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. 2020 32,000 ഫുൾ കമ്പനി സർവീസ് ആണോ?
അല്ല, ലാസ്റ്റത്തെ 2 സർവീസ് പുറത്തുനിന്നാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് ഈ കറക്റ്റ് ഹിസ്റ്ററി ബാക്കി ബോണ്ട് ടു ബാക്ക് ഡിക്കി മറ്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ മാനുവലി ഫുള്ളി ചെക്കിങ് കഴിഞ്ഞാണ്. ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. അത് അതിന് ശേഷം ഇറങ്ങിയ വണ്ടിയാണ് എങ്കിൽ പോലും അല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. അല്ല, ഇതിന് പഴയ വണ്ടിയേക്കാളും കുറച്ചുകൂടെ മൈലേജ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്താ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷനെ വെച്ചിട്ട് ഇതിന് ലേശം മൈലേജ് കൂടുതലുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷന് ഇതിനെക്കാട്ടും കൂടുതൽ. ഇതിന് ഏകദേശം എത്ര കിട്ടും? ഇതിന് നമുക്കൊരു 16 ലെവലിലൊക്കെ എന്തായാലും മൈലേജ് ഉണ്ട്. ലോങ് മാരുതിൻ്റെ വണ്ടികൾക്ക് അങ്ങനെ ലോങ് സിറ്റി റൈഡ് എന്ന് പറഞ്ഞൊരു ഡിഫറൻസ് ഞാൻ അങ്ങനെ ഫീൽ ആയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ 1-2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഒരു 16-17 എന്തായാലും ലോങ്ങിൽ നമുക്ക് മൈലേജ് കിട്ടും. 15 കുറയാതെ ഒരിക്കലും സിറ്റിയിൽ എന്തായാലും 15 കുറയാതെ കിട്ടും. എത്രയപ്പോൾ ഈ വണ്ടി നമ്മൾ 6,75,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. അതിലൊരു 6,20, 6,15 വരെ ലോണും കയറുന്നൊരു വണ്ടിയാണ്. മാനുവൽ സീറ്റ മാനുവൽ 2020 മോഡൽ വണ്ടി. പെട്രോൾ ഒരു 50,000 രൂപ ഇറക്കാം. 50,000-60,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എന്തായാലും താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ അടുത്തൊരു നല്ല സേഫ്റ്റിയുള്ള 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻ്റാണ്. ടാറ്റ ടിയാഗോ KL 38 തൊടുപുഴ രജിസ്ട്രേഷൻ വാഹനമാണ്. നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണ്. ഓട്ടോ കുറവാണ്. 2021 മോഡൽ വണ്ടി, 28,000 കിലോമീറ്റർ ഓടിയ XZ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അലോയ്സിലുള്ള മാറ്റം പിന്നെ ബാക്ക് വൈപ്പർ അല്ല, റിവേഴ്സ് ക്യാം. ബാക്ക് വൈപ്പർ ഉണ്ട്, റിവേഴ്സ് ക്യാം വ്യത്യാസമുണ്ട്. ബാക്ക് വൈപ്പറും ഡിഫോഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോ കിലോമീറ്റർ ഓടിയ 2021 XZ. AMT ഗിയർ ബോക്സ് ആണല്ലോ വരുന്നത്. AMT ഗിയർ ബോക്സ് ആണ്. 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു 15-16 ഒക്കെ മൈലേജ് കിട്ടുന്ന. എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് ഫൈനൽ 6,10,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 5.5 ലക്ഷം രൂപ വരെ ലോൺ വാങ്ങി കൊടുക്കാം. XZ ഓട്ടോമാറ്റിക് 2021 6-10 ഫൈനൽ 5.5 വരെ ലോൺ കിട്ടും. 80-85% ടയർ ബാക്കിയുണ്ട്. സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല. റോട്ടേ പോയിട്ടുള്ളൂ. എന്തായാലും മാക്സിമം ലോൺ കിട്ടുന്ന വെറും 60,000 രൂപ ഉണ്ടാകും നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സേഫ്റ്റിയുള്ള ഹാച്ച് ബാക്ക് വാഹനമാണ്. മൈലേജ് ഉണ്ടാവും, ഓട്ടോമാറ്റിക്കാണ്. താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചു. അടുത്ത വാഹനം റിനോ കൈഗറാണ്. KL 76 രജിസ്ട്രേഷൻ. നന്മണ്ടയാണ്, കോഴിക്കോട് ജില്ലയിലെ. ഡ്യുവൽ ടോൺ വണ്ടിയില്ല? ഡ്യുവൽ ടോൺ വണ്ടി ഏറ്റവും ടോപ്പ് ഉണ്ട്. 2022 മോഡൽ RXZ വേരിയന്റ് ആണ്. RXZ ഡ്യുവൽ ടോൺ മാനുവൽ നോൺ ടെർബോ ആണ്. ടർബോ വരുമ്പോഴാണ് മൈലേജ് ഷോട്ട് കസ്റ്റമർ പറയുന്നത്. ഇത് നോൺ ടെർബോ 1000cc വണ്ടി. ഇതിന് എത്ര കിട്ടുന്നുണ്ട്? ഇത് നമുക്കൊരു 15-16 ഗ്യാരണ്ടി മൈലേജ് ഉണ്ട്. കിട്ടും. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ക്ലെയിം ഉണ്ട്. ഡോർ റീപ്ലേസ് ഉണ്ട്. ഏതാ? ലെഫ്റ്റ് സൈഡ് ഡോർ. ഫ്രണ്ടാ ബാക്കാ? ഫ്രണ്ട് ഉണ്ട്. ഗ്ലാസ് റീപ്ലേസ് ഇല്ല, ഡോർ മാത്രമാണ്. ഒരു മതിലിന് ചേർന്ന് പറഞ്ഞു പോയതാ. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെയാണ്. 2022 മാനുവൽ വണ്ടി, 38,000 കിലോമീറ്റർ ഓടിയ. ഇപ്പോൾ ഇൻഷുറൻസ് തേർഡ് പാർട്ടിലാണുള്ളത്. നമ്മൾ പുതിയ ഒരു വർഷത്തെ ഫുൾ കവർ എടുക്കും. ഈ വണ്ടി നമുക്ക് 6,40,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഏറെക്കുറെ ഒരു 6,20,000 വരെ ലോൺ വാങ്ങി കൊടുക്കാം. ഈ വണ്ടിക്ക് അന്നിറങ്ങുമ്പോൾ എത്ര ഉണ്ട് ഏകദേശം? ഇവരെടുക്കുന്ന സമയത്ത് 9.5 ആണ് ഉണ്ടായത്. ഇപ്പം വണ്ടിക്ക് 10ന്റെ മുകളിലായി. അന്ന് 9.5 ഉണ്ട്. ഒരു വ്യത്യാസം പറഞ്ഞാണ്. കാരണം ചില ആൾക്കാർ ഡൗട്ട് ഉണ്ടാവും ഈ വണ്ടിക്ക് അത്ര ഉണ്ടോ എന്ന്. അതെ, അത് എന്താ വെച്ചാൽ എല്ലാവരും ഏറ്റവും മാനുവൽ ഏറ്റവും ബേസ് മോഡലിൻ്റെ റേറ്റ് ആണ് നമ്മുടെ കമൻറ്റിലൊക്കെ ഇടാറ്. RXZ ഡ്യുവൽ ടോൺ ആണ്. ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് എൻ്റെ നോൺ ടെർബോ വണ്ടിയാണ്. അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത്. അതെ, ഒരു വ്യത്യാസം മനസ്സിലാവണം. അപ്പോൾ മാക്സിമം ലോൺ കിട്ടുമോ? ഈ വണ്ടിക്ക് മാക്സിമം ലോൺ കിട്ടും. വലിയ മെയിൻ്റനൻസ് പറഞ്ഞൊരു വണ്ടിയാണല്ലേ? അതെ, ഒരു കോമ്പാക്ട് സ്റ്റാർട്ടിംഗ് കോമ്പാക്ട് SUV പറഞ്ഞ് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പറഞ്ഞിട്ടല്ല ഒരു ഫീൽ കിട്ടും ഓടിക്കുമ്പോൾ. കിട്ടും. സെക്കൻഡ് ജനറേഷൻ നെക്സോൺ KL 77. നേരത്തെ 76 ഉണ്ട്. 77 എന്ന് പറയുന്നത് പേരാമ്പ്ര കോഴിക്കോട് ജില്ല തന്നെയാണ്. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് സിംഗിൾ ഓണർ 2021 മോഡൽ XZ പ്ലസ് വിത്ത് സൺറൂഫ് വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി. ഏറ്റവും ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക് വാഹനമാണ്. പെട്രോളിൽ അലോയ്സ് അഡീഷണൽ മാറ്റിയിട്ടുണ്ട് അല്ലേ അവർ? ഇത് കമ്പനി അലോയില്ല. കമ്പനിയാ? എന്തോ അതിന്റെ ഹബ്ബ് ഇത് പോയിട്ടുണ്ട്. ക്യാപ്പ് പോയത് ഞാൻ വെച്ച് പുറത്ത്. കമ്പനി അലോയിൽ ടോപ്പ് എൻഡിൽ അലോയ്സ് ഡയമണ്ട് കട്ട് തന്നെയാണ് വരുന്നത്. സൺറൂഫ് വരുന്ന ഓപ്ഷനാണ്. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 68,000 കിലോമീറ്റർ ഓടിക്കണേ. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള ഒറ്റ സർവീസ് പുറത്തില്ല. എല്ലാ സർവീസും കമ്പനി തന്നെ. ഓട്ടോമാറ്റിക് പെട്രോൾ നെക്സോൺ അല്ല? ഓട്ടോമാറ്റിക് പെട്രോൾ. ഓട്ടോമാറ്റിക് പെട്രോൾ നെക്സോൺ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന വണ്ടിയാണ്. മൈലേജ് ഒരു 11 to 15 അറേഞ്ചൊക്കെ ഉണ്ടാവും. കണ്ടീഷൻ ഓഫ് ദ റോഡ് അങ്ങനെ പറയാം. ഡ്രൈവിംഗ് ഡിഫറൻസ് ആണ്. മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടിയാണ്. സീറോ ക്ലെയിം വണ്ടി. എത്രയാ?
8.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 8.50 ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. 2021 ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻ്റെ XZA പ്ലസ് ആണ്. ഏകദേശം 13.5 ലക്ഷം രൂപ ഓഫർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഓഫർ ഇല്ലാത്ത റേറ്റ് എന്ന് പറയുന്നത് 14.5 13.5 ലക്ഷം രൂപ ഓഫർ കഴിഞ്ഞിട്ട് അന്ന് ഈ ഫേസ് ലിഫ്റ്റ് വരുന്നതിൻ്റെ ആ സമയത്ത് ഓഫർ ഉണ്ടായി. അതിൻ്റെ ഇപ്പം ഇറങ്ങുന്ന ഷേപ്പിന് 15ൻ്റെ മുകളിൽ റേറ്റ് വരും. എന്തായാലും മാക്സിമം ലോൺ കിട്ടും അല്ലേ? മാക്സിമം ലോൺ കിട്ടുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയും പാലയും ചങ്ങനാശ്ശേരിയും മീനച്ചിലും ഒക്കെ അടങ്ങുന്ന കോട്ടയം വണ്ടിയാണ് അടുത്തത്. KL 5 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ക്രെറ്റ 2018 മോഡൽ E+ വേരിയന്റ്, ബേസ് വേരിയന്റ് ആണ്. അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്സ് മാറ്റിയിട്ടുണ്ട്. ഡീസൽ 1.4 ഇഞ്ച് നല്ല മൈലേജ് കിട്ടുന്ന 67,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് ഹിസ്റ്ററിലാണ്. 2018 വണ്ടി 67,000 നോർമൽ ഓട്ടോ ആണ്. അതിൽ ഹാലജം ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്, പ്രൊജക്ടർ വരുന്ന, ഫോഗ് ലാമ്പ് ചെയ്തു, നല്ല കിഡിലെ 16 ഇഞ്ച് ബലൂൺ റേഡിയസ് ടയർ വരുന്ന അലോയ്സ് ചെയ്തു, വിത്ത് ടയേഴ്സ് അപ്പോളോ 4. മൊത്തത്തിൽ ഒരു എസിലേക്ക് മാറ്റി. പുറത്തത് കണ്ട നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 18-20 കിലോമീറ്റർ ഗ്യാരണ്ടി മൈലേജ് കിട്ടും. ക്രെറ്റ ഇങ്ങനത്തെ ഒരു ക്രെറ്റ കൊണ്ടു നടക്കാൻ ഇത്രയും മൈലേജ് കൊണ്ടു നടക്കുന്നുണ്ട്. ഒരു ആഗ്രഹം, ഒരു സന്തോഷമാണ്, ഒരു സമാധാനം കിട്ടുന്ന ഒരു വണ്ടിയാണ്. തീർച്ചയായും വലിയ മെയിൻ്റെനൻസ് ബോക്സ് ഇല്ലാതെ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാകുമ്പോൾ പക്ക സ്ഥിതി. എത്ര കൊടുക്കാൻ പറ്റും ഈ വണ്ടി? നമുക്ക് ഫൈനൽ 9 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഈ വണ്ടിക്ക് ഒരു 8 ലക്ഷം രൂപ വരെ ലോൺ വാങ്ങിക്കൊടുക്കാം. 2018 E+ ഡീസൽ 8 ലക്ഷം വരെ ലോൺ കിട്ടും. 1 ലാഖ് ഇറക്കാം. 1 ലാഖ് ഉണ്ടെങ്കിൽ കണ്ണും പൊട്ടിറക്കാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു സെമി പ്രീമിയം കാറ്റഗറി തന്നെ കാണിക്കാമെന്ന് കരുതി. ടൈഗൂൺ ആണ്, ഫോക്സ് വാഗൺ ടൈഗൂൺ. KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. 2023 വണ്ടി. 23. ഓക്കെ. വാറണ്ടി എത്ര വരിക? 27 വരെ. 27 വരെ ഉണ്ട്. 4 വർഷം വാറണ്ടിയുള്ള വണ്ടിയാണ്. ബാക്കി കാര്യങ്ങൾ 19,000 കിലോമീറ്റർ ഓടിയ ടൈഗൂൺ. മിഡിൽ ഓപ്ഷൻ, പെട്രോൾ, ഓട്ടോമാറ്റിക്, 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ടർബോ. 1 ലിറ്റർ ടർബോ ആണ് വരുന്നത്. ഇറങ്ങി എല്ലാത്തിലും 1 ലിറ്റർ ടർബോ തന്നെയാണ് വരുന്നത്. അതിൽ മറ്റേ ടോർക്ക് കൺവേർട്ടർ എഞ്ചിനാണ് വരുന്നത്. DSG വരുന്നത് 1.5ലാണ്. 1.5ലാണ്. GT-ലാണ് DSG ഗിയർ ബോക്സ് വരിക. ഇത് ടോർക്ക് കൺവേർട്ടർ ആണ് വരിക. അതെ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും അല്ലേ? മൈലേജ് ഉണ്ടാവും. ഒരു 10-12 നമുക്ക് ടൗണിലും ഹൈവേസിലേക്ക് വരുമ്പോൾ ഒരു 14 മുതൽ 15 വരെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണ്. ഒരു 2000 RPM ഉള്ളിൽ വെച്ചിട്ട് ഹൈവേ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും 14-15 വരെ നമുക്ക് മൈലേജ് കിട്ടും. ഇതിപ്പോൾ ഏതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? ഏതാ മിഡിൽ ഓപ്ഷൻ? മിഡിൽ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് സൺറൂഫ് ഉണ്ടാവില്ല. എയർ ബാഗ് സെയിം ആയിരിക്കും. അലോയ്സിലെ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്. ഡയമണ്ട് കട്ടാവും. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ പിന്നെ ബട്ടൺ സ്റ്റാർട്ട് ടോപ്പ് എൻഡാണ് വരുന്നത്. വയർലെസ് ചാർജർ ടോപ്പ് എൻഡിലാണ് വരുന്നത്. പിന്നെ ഉള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് ഹെഡ്ലൈറ്റ്സിലാണ്. ഹെഡ്ലൈറ്റ്സ് പ്രൊജക്ടറാണ് വരിക. ഇത് നോർമൽ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. റിഫ്ലക്ടർ ഹെഡ്ലൈറ്റ് ആണല്ലോ. ഓക്കെ. 2023 വണ്ടി 27 വരെ വാറണ്ടിയിൽ ലഭിക്കുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ടൈഗൂൺ എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് 14,30,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 18,75,000 രൂപ നിലവിൽ ഓഫർ കഴിഞ്ഞിട്ട് ഓൺ റോഡ് വില വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഓട്ടോയുടെ വണ്ടിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. മാക്സിമം ലോൺ വാങ്ങിക്കൊടുക്കാം. ഓക്കെ. 14 ലക്ഷം രൂപയൊക്കെ കണ്ണുമുട്ടി കിട്ടും. 14,30 തന്നെ ഫുൾ ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടോ ഒന്ന് വിളിച്ച് നോക്ക്, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്. ലോണിൻ്റെ കാര്യത്തിനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. ഇവർക്ക് പേപ്പർ ഡോക്യുമെന്റ് വാട്സപ്പ് ചെയ്താലും മതി. വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് അൺടച്ച് പീസ് ആട്ടോ. ഒരു ടച്ചപ്പ് പോലും ഇല്ലാത്ത അൺടച്ച് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഓൺലൈൻ തന്നെ ചെക്ക് ചെയ്തിട്ട് എലിജിബിൾ ആണോ ഇല്ലയോ എന്നൊക്കെ അറിയാം. എന്നിട്ടൊക്കെ വന്നാൽ മതി, ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ. ഓക്കെ. അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച സ്റ്റോക്ക് മാത്രമല്ല, ഇവിടെ വേറെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വണ്ടികൾ വേണമെന്നുണ്ടെങ്കിലോ അതായത് നിങ്ങളുടെ വണ്ടി എക്സ്ചേഞ്ചിൽ കൊടുക്കണമെന്നുണ്ടെങ്കിലോ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മെട്രോ കാസ് കോഴിക്കോട്, മാങ്കാവ്, തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ. നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. അനക് ബ്രോ, താങ്ക് യു. ബൈ.